ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തനത് നാടൻ കോഴികളിലെ വിവിധ ഇനങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സർക്കാരും മൃഗസംരക്ഷണ വകുപ്പും കാർഷിക സർവകലാശാലയുമൊക്കെ അംഗീകരിച്ച കേരളത്തിലെ ഒരേ ഒരു നാടൻ കോഴിയാണ് തലശ്ശേരി കോഴി. എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും അറിയാം, മറ്റു പല ഇനം കോഴിയെയും നാടൻ കോഴിയായിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിലെ നാടൻ രീതിയിൽ വളർത്തി വരുന്ന കോഴിയാണ് നാടൻ കോഴി. അതിൽ തന്നെ തലശ്ശേരി കോഴി, അറുപതാം കോഴി, തൊണ്ണൂറാം കോഴി, വിശറിവാലൻ കോഴി, കുറുങ്കാലിക്കോഴി, നേക്കട്ട് നെക്ക്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പുള്ളിക്കോഴി, പിന്നെ കാപ്പിരിക്കോഴി അതായത് മുള്ളൻകോഴി, തൊപ്പിക്കോഴി, ലൈനേജ് കോഴി, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഒറിജിനൽ നാടൻ കോഴി എന്നറിയപ്പെടുന്ന തലശ്ശേരി കോഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവയുടെ ശരീരഘടന കാട്ടുകോഴികളെ പോലെയാണ്. ഏകദേശം എല്ലാം ബ്ലാക്ക് നിറത്തിലായിരിക്കും. ഇതിൽ പൂവന് ബ്ലാക്ക് നിറത്തിലാണെങ്കിലും നെക്കിൻ്റെ ഭാഗത്ത് ഗോൾഡൻ കളർ ലൈനിലായിരിക്കും. കാട്ടുകോഴികളെ പോലെ ഭയങ്കര സ്പീഡുമായിരിക്കും. പിന്നെ അറുപതാം കോഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായി അടയിരുന്ന് കുഞ്ഞുങ്ങളുണ്ടായി 40 ദിവസം കഴിഞ്ഞ് ഏകദേശം 60 ദിവസത്തിനുള്ളിൽ ഏത് സമയം വേണമെങ്കിലും കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിയാം. ഇതിന് പൊതുവെ പിടക്കും പൂവനും ഒക്കെ തന്നെ വലിപ്പം കുറവായിരിക്കും, ബോഡി വെയ്റ്റും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അടവെക്കുമ്പോൾ കുറച്ച് മുട്ട അടവെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് തൊണ്ണൂറാം കോഴിയാണ്. അറുപതാം കോഴിയെ അപേക്ഷിച്ച് തൊണ്ണൂറാം കോഴിക്ക് നല്ല പക്വത ഉള്ള കോഴിയാണ്. തൊണ്ണൂറാം കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടായി ഏകദേശം 70 ദിവസത്തിൻ്റെയും 90 ദിവസത്തിൻ്റെയും ഇടയിലായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിയുന്നത് കാണാറുണ്ട്. ഇവ നന്നായിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മുട്ട ഈ കോഴിക്ക് അടവെച്ച് വിരിയിപ്പിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരിനം കുറുങ്കാലി എന്നൊരിനമാണ്. ഇതിന് കാലിന് ഹൈറ്റ് കുറവായിരിക്കും, അതുപോലെ ബോഡി വെയ്റ്റും കുറവായിരിക്കും. നല്ല ഉരുണ്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരിനമാണിത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണയായിട്ട് എല്ലായിടത്തും കാണപ്പെടുന്നത് ഒരിനമാണ് നേക്കട്ട് നെക്ക്, അതായത് കഴുത്തിൻ്റെ ഭാഗത്ത് ഫെദർ ഇല്ലാത്ത കോഴികൾ. ഇവക്ക് സാധാ നാടൻ കോഴികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ തൂക്കം കൂടുതലാണ് കാണാറുള്ളത്. പൂവൻ ഏകദേശം ഒരു 2 കിലോക്കുള്ളിലും പിടക്ക് ഏകദേശം 1.5 കിലോക്കുള്ളിലും വെയിറ്റ് ഉണ്ടാവാറുണ്ട്. മറ്റു കോഴികളെ അപേക്ഷിച്ച് ഇവക്ക് രോഗപ്രതിരോധശേഷി കൂടുതലാണ്. പിന്നെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരിനമാണിത്. പിന്നെ ഉള്ളത് തൊപ്പിക്കോഴികളാണ്. തലയുടെ പുറകിൽ തൊപ്പി ഉയർന്നു നിൽക്കുന്ന പോലെ ഫെദർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരിനം കോഴികളാണ് തൊപ്പിക്കോഴികൾ. ഇതും തനിനാടൻ കോഴികളുടെ അതേ ക്യാരക്ടറാണ്. നന്നായി അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നതായിട്ട് കാണാം. അടുത്തത് മുള്ളൻകോഴിയാണ്, അതായത് കാപ്പിരിക്കോഴി. ഫെദറൊക്കെ പൊങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരിനമാണിത്. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനും വെറും വൈറ്റിനുമൊക്കെ നല്ല വിലയാണ് ഈടാക്കുന്നത്. ഇവയും നാടൻ കോഴികൾ തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ നോക്കാനും അടയിരിക്കാനും ഒക്കെ നല്ല ഉഷാറാണ്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന പുള്ളിക്കോഴി, ഇത് പ്രത്യേകം ഒരു ഇനമൊന്നുമല്ല. നാടൻ കോഴികളുടെ മേൽപ്പറഞ്ഞ എല്ലാ ഇനങ്ങളിലും പുള്ളിക്കോഴികൾ വരുന്നുണ്ട്. അതായത് മുള്ളൻകോഴികളിലും നേക്കട്ട് നെക്കിലും പിന്നെ തൊപ്പിക്കോഴിയിലും ഒക്കെ തന്നെ പുള്ളിക്കോഴികൾ വരുന്നുണ്ട്. പിന്നെ മൈലാഞ്ചിപ്പുള്ളി, കീരിപ്പുള്ളി, ഇവയൊക്കെ വെച്ചാൽ മോഹവിലക്കാണ് വിൽക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ പ്രൊഡക്റ്റിന് വില നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടത്, ആവശ്യക്കാർ വാങ്ങിക്കുക എന്നേ ഉള്ളൂ. പിന്നെ ഈ പുള്ളിക്കോഴികളൊക്കെ പെറ്റ്സ് എന്ന രൂപത്തിലാണ് വളർത്തുന്നതും വാങ്ങിക്കുന്നതൊക്കെ. അതാണ് മോഹവിലക്ക് പറയുമ്പോൾ അത് വാങ്ങിക്കാനും ആളുള്ളത്. പിന്നെ വിശറിവാലൻ കോഴി, വാല് വിശറി പോലെ പൊങ്ങി നിൽക്കുന്ന ഒരിനമാണിത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും, ബോഡി വെയ്റ്റും കുറവായിരിക്കും.
പിന്നെ നാടൻ കോഴികളുടെ പൊതുവെയായിട്ടുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്കായിട്ട് പ്രത്യേകം തീറ്റ കൊടുക്കേണ്ടതായിട്ടില്ല. തുറന്ന് വിട്ട് വളർത്തുന്ന ഇനം കോഴികളാണല്ലോ ഈ നാടൻ കോഴികൾ. പുറത്തു പോയി ചികഞ്ഞ് സ്വയം തീറ്റ കണ്ടെത്തി ഭക്ഷിക്കുന്ന ഇനമാണ് നാടൻ കോഴി. അതുപോലെ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് ഒരു പ്രത്യേക ടൈം വരെ സംരക്ഷിക്കുന്ന കോഴികളാണ് മേൽപ്പറഞ്ഞ എല്ലാ ഇനം നാടൻ കോഴികളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അടിച്ചേക്ക്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.